ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൻ്റെ ഒരു പുതുപുത്തൻ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു സ്വീറ്റാണ് റെഡിയാക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും, മുതിർന്നവർക്കും ഇഷ്ടമാവും. നമുക്ക് ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്വീറ്റ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായി ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടി ഒരു കുഞ്ഞു ബെല്ലൈക്കൺ വരും. അത് മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ ഇതുപോലെ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും. ഫസ്റ്റ് തന്നെ നമുക്ക് അടുപ്പിലോട്ടൊരു പാൻ വെച്ച് ഒന്ന് ചൂടാക്കണം. ചൂടായി വരുന്ന പാനിലേക്ക് വേണം നിങ്ങൾ റവ ഇട്ട് കൊടുക്കാൻ. ഞാൻ 1 കപ്പ് റവ ഫസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1 മിനിറ്റ് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഞാൻ ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്, കാരണം ആ റവ ഒന്ന് നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ എന്ന് കരുതി. ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1/2 കപ്പ് റവ കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് തീ കുറച്ച് വെക്കുക. ഈ സമയത്ത് തീ കൂട്ടി വെച്ചാൽ എല്ലാം കൂടെ അടുക്കി പിടിച്ച് പോവും. ഇനി ഏകദേശം ഒരു 3-4 മിനിറ്റോളം നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. നല്ലൊരു മണം വരും റവ ഒന്ന് റോസ്റ്റ് ആയതിൻ്റെ. അതുവരെ നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്യണം. റോസ്റ്റഡ് റവയാണ്, എന്നാലും ഞാനൊന്ന് റോസ്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ അതേ ഇതിപ്പം റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് റോസ്റ്റായ നമ്മുടെ റവയിലേക്ക് ഒരു 2 ടീസ്പൂൺ നെയ്യ് ആദ്യം ചേർത്തൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ആക്കിയിട്ട് വീണ്ടും ഒരു 2 ടീസ്പൂൺ കൂടി നെയ്യ് ഞാൻ ചേർത്തു. എന്നിട്ട് വീണ്ടും നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. കണ്ടോ, ഇപ്പം നമ്മുടെ നെയ്യ് റവയുടെ എല്ലാ ഭാഗത്തേക്കും എത്തിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ 1 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ടത്. ഇനി നമുക്ക് പഞ്ചസാരയും റവയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. റവയും പഞ്ചസാരയും കൂടെ ഒന്നിച്ച് കിടക്കുന്നത് കൊണ്ട് തന്നെ പഞ്ചസാര അലിഞ്ഞു വരാൻ ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ചെയ്യുന്നത് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കും. ഒരു 2 പ്രാവശ്യമായിട്ട് വേണം നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റിൽ നമുക്കൊരു 1/4 കപ്പ് വെള്ളം എല്ലാ ഭാഗത്തേക്കും ഒന്ന് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം. കുറച്ച് ഏലക്കാപ്പൊടി കൂടി ചേർക്കുക കേട്ടോ. തുടക്കം തന്നെ ചേർത്തോളൂ, ഞാനങ്ങ് വിട്ടുപോയതുകൊണ്ടാണ്. അപ്പോൾ ഏലക്കയുടെ പൊടി ഞാൻ 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് 1/4 കപ്പ് വെള്ളം കൂടിയിട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ മൊത്തം നമ്മൾ 1/2 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചത്. അപ്പോൾ ഞാനത് ഒന്ന് മീഡിയം ഫ്ലെയിമിലോട്ട് തന്നെയാണ് വച്ചിരിക്കുന്നത്. ഇനി നമ്മുടെ ഷുഗർ കംപ്ലീറ്റ് ഇത് മെൽറ്റ് ആവും. ഈ വെള്ളത്തിൽ തന്നെ കിടന്നിട്ട് മെൽറ്റ് ആകുമ്പോൾ ഇതുപോലെ ലൂസാവും. ഒരുപാട് വെള്ളം അങ്ങ് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞ കറക്റ്റ് അളവ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഏറ്റവും ലാസ്റ്റായിട്ട്, അതായത് ഷുഗർ സിറപ്പ് മെൽറ്റ് ആയതിന് ശേഷം 1 ടീസ്പൂൺ നെയ്യ് കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്തോളൂ. അപ്പോൾ നെയ്യുടെ അളവ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം കേട്ടോ, ഇത്രയും വേണമെങ്കിൽ കുറയ്ക്കാം. പിന്നെ നമ്മൾ ഗ്രീസ് ചെയ്ത് എടുത്ത് വെച്ചോ, അതായത് നെയ്യ് എണ്ണ തേച്ച് എടുത്ത് വെച്ചിരിക്കുന്ന ഒരു പാനിലേക്ക് നമുക്കിത് ചൂടോടുകൂടി പെട്ടെന്ന് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കാരണം ചൂടാറും തോറും ഇത് പെട്ടെന്ന് കട്ടിയായി പോകും. അതുകൊണ്ടാണ് നിങ്ങൾ ഈ പാത്രമൊക്കെ നേരത്തെ അറേഞ്ച് ചെയ്ത് വെക്കുക കേട്ടോ. കുറച്ച് നെയ്യൊക്കെ പുരട്ടി നേരത്തെ തന്നെ വെക്കുക. അപ്പോഴേ നമ്മളിത് ചെയ്തെടുത്തിട്ട് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് ഒഴിക്കാൻ പറ്റും. അപ്പോൾ ചൂടാറുമ്പോൾ ഇത് നല്ല കട്ടിയാവും. കഴിക്കാൻ അടിപൊളിയാണ്. പിള്ളേർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടമാവും. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാരൊക്കെ വരുന്നെങ്കിൽ കൂടിയിട്ടും പെട്ടെന്ന് ചെയ്തെടുക്കാം. പിന്നെ ഇതിൻ്റെ ടോപ്പിൽ ഞാൻ കുറച്ച് പിസ്തായും അതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കുറച്ചൊന്ന് ചൂടാറി വരുമ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ചൂടാറും തോറും ഇത് കട്ടിയാവും. അതുകൊണ്ട് ഏകദേശം ഒരു 2-3 മിനിറ്റ് ആകുമ്പോൾ ഇതൊന്ന് ചൂടാറുമ്പം നമുക്കിതുപോലെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഫസ്റ്റ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്യുക, എന്നിട്ട് ഇതുപോലെ കുറുകെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്വീറ്റ്. അതായത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നമ്മുടെ സ്വീറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ലൈക്ക് ചെയ്തിട്ട് പോവുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ പറ്റുമെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതുവരെയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള പുതിയ വീഡിയോസ് ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. എന്തായാലും നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോയുമായിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.